സന്തോഷത്തിലായിരിക്കും. എന്തൊരു സന്തോഷം. നാളെ തൊട്ട് കെമിസ്ട്രി, ഇംഗ്ലീഷ്, മാത്സ് ഒക്കെ നീ തലയിൽ കിടന്ന് പെരുവാൻ പോവില്ല. എന്തൊരു സന്തോഷം. അതൊന്നും കൊണ്ടല്ല, നാളെ മുതൽ മൊബൈലിലോട്ടുള്ള ഒരു കളി നിൽക്കുമല്ലോ, അതിന്റെ ദുഃഖമാണ്. നമുക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. സ്കൂൾ തുറക്കണോണ്ട് തലേ ദിവസം എല്ലാം കറക്റ്റ് ആക്കി വെക്കും കേട്ടാ. എന്നിട്ട് ഒട്ടുമിക്കപ്പോഴും മഴയിരിക്കും. എന്നാലും പുതിയ പുതിയ ഡ്രസ്സ് എന്ന് പറയുമ്പോ പെരുന്നാളിന്റെ എപ്പോഴെങ്കിലും ഒക്കെ എടുക്കണേനെ കഴുകി തേച്ചൊക്കെ വെക്കും. അതിന് പുതിയ ഡ്രസ്സ് നമ്മൾ അത് ഇട്ടോണ്ട് പോയി നനഞ്ഞു പോകുന്നൊക്കെ വരും. എന്നാൽ നല്ല രസമാണ് കേട്ടാ. പുതിയ ബുക്കിനൊക്കെ പണ്ട് കാലത്ത് ഭയങ്കര മണവും, പക്ഷെ ഇതിനൊന്നും മണമില്ലടേ. പിന്നെ നമ്മൾ വേറൊരു കാര്യം ചെയ്യും, ഇങ്ങനെ എടുത്തിട്ട് ഈ ഇതിന്റെ ഇടയിൽ മയിൽപ്പീലി വെക്കും. എന്നിട്ട് പിള്ളേരെ പറ്റിക്കും. മയിൽപ്പീലി പ്രസവിച്ചെന്ന് സത്യത്തിൽ എന്താണെന്നാ അവിടെ ഇത് പൊടിഞ്ഞൊരു പീസ് ഇങ്ങനെ ഇരിക്കും. അപ്പൊ എല്ലായിടത്തും പറയുമോ മയിൽപ്പീലി പ്രസവിച്ചേന്ന്. എന്തെല്ലാം സംഭവങ്ങളും കണ്ട്. ഇത്രയും മതിയാ ബുക്ക് നിനക്ക്? ഒരു ഫോർമാലിറ്റിക്ക് കൊണ്ടുപോകണം. പണ്ട് നമ്മളൊരു ബുക്ക് വാങ്ങിയിട്ട് 12 വിഷയമുണ്ട്. ഒരു ബുക്കിന്റെ ഒരു ഭാഗത്തൊരു വിഷയം, ഒരു ഭാഗത്തൊരു വിഷയം. ഇന്നലെ നിങ്ങൾക്ക് ബുക്ക് ഉണ്ടെങ്കിലും തലയ്ക്കും ഇതുണ്ടെങ്കിൽ എഴുതാനും വേണ്ട, വരയ്ക്കാനും വേണ്ട, ഒന്നും വേണ്ട. അത് എപ്പോഴൊന്നും കാണാം. എല്ലാ ബുക്കൊന്നും വായിക്കൊന്നുമില്ല, കുറച്ച് ബുക്ക് വാങ്ങിക്കും. പിന്നീട് പതിയെ പതിയെ വാങ്ങിക്കാം. എപ്പോഴുള്ള സാഹചര്യം അങ്ങനെ വരുന്നില്ല.